പാലക്കാട് നല്ലേപ്പിള്ളി എന്ന സ്ഥലത്ത് രാമൻകുട്ടി എന്ന ആളുടെ മരണം കൊലപാതകമാണെന്ന സംശയം ഇന്നലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൽ സ്ഥിരീകരണം വന്നിരിക്കുന്നു. മകൻ ആദർശ് അറസ്റ്റിലായി എന്നുള്ള വാർത്ത വരികയാണ്. ആദർശ് അറിയാതെ രാമൻകുട്ടി സ്വത്ത് വിൽക്കാൻ ശ്രമിച്ചതാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് പോലീസ് പറയുന്നത്. വിഷ്ണു പ്രകാശാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, ഇന്നലെ തന്നെ മൃതദേഹത്തിൽ പാടുകൾ ഉണ്ടെന്നും അതുകൊണ്ട് തന്നെ പ്രഥമ ദൃഷ്ട്യാ അതൊരു കൊലപാതകമാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരുന്നല്ലോ. പോലീസ് കസ്റ്റഡിയിലെടുത്ത ആദർശിന്റെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തി എന്നുള്ളതല്ലേ? അനശ്വര, തീർച്ചയായും ബുധനാഴ്ച വൈകുന്നേരമാണ് ഈ രാമൻകുട്ടിയെ മരിച്ച നിലയിൽ കാണുന്നത്. ആ സമയം മകനായിട്ടുള്ള ആദർശ ബന്ധുക്കളോടും നാട്ടുകാരോടും പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ അച്ഛൻ വീടിന് മുന്നിൽ മരിച്ചു കിടക്കുകയായിരുന്നു എന്നുള്ള വിവരമാണ്. എന്നാൽ ബന്ധുക്കൾ വീട്ടിൽ എത്തിയപ്പോൾ ഈ കഴുത്തിൽ കണ്ട പാടും മറ്റുമാണ് ബന്ധുക്കൾക്ക് ഒരു സംശയം ജനിപ്പിക്കുന്നത്. അതേ തുടർന്ന് ഇവർ പോലീസിൽ വിവരം അറിയിച്ചു. ഇങ്ങനെ ഒരു സംശയമുള്ളതായി അവർ പറയുന്നു. തുടർന്ന് മകനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ടായിരുന്നു. ആദ്യ സമയങ്ങളിൽ ഈ മകനുമായി ചോദ്യം ചെയ്തപ്പോൾ മകന്റെ പുത്രങ്ങളിൽ നിന്നൊരു അസ്വാഭാവികത തോന്നിയതാണ് പിന്നീട് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് വിശദമായുള്ള ചോദ്യം ചെയ്യലിലോട്ട് നീങ്ങിയത്. ഏതായാലും കസ്റ്റഡിയിൽ എടുത്ത ചോദ്യം ചെയ്യലിൽ ഇപ്പോൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അതുകൂടാതെ ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. പാലക്കാട് ജില്ലാ ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ക്രൂരമായ ഇരയാക്കിയാണ് മകൻ അച്ഛനെ കൊന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. വാരിയലുകൾ പൊട്ടി ആന്തരിക അവയവങ്ങൾ തറച്ചതാണ് മരണകാരണമെന്നും പ്രാഥമികമായിട്ടുള്ള വിവരം പറയുന്നുണ്ട്. മദ്യം നൽകിയ ശേഷമായിരുന്നു മകൻ ഇത്തരത്തിൽ അച്ഛനെ ശരീരത്തിലാകെ ചവിട്ടി ഉപദ്രവിക്കുന്ന ഒരു നിലയിലേക്ക് മാറിയത്. ഇതിന് കാരണമായി പറയുന്നത് ഈ നേരത്തെ ഈ ആദർശിന്റെ അമ്മ 54 ദിവസം മുൻപാണ് മരിച്ചത്. പിന്നീട് അച്ഛൻ ചികിത്സയിലായിരുന്നപ്പോൾ ഈ മകൻ അറിയാതെ അച്ഛൻ തന്റെ വീടിന്റെ സ്വത്തും മറ്റും വിൽക്കാനുള്ള ഒരു ശ്രമം നടത്തി. ഇതിനുള്ള ഒരു വൈരാഗ്യമാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് മകനെ നയിച്ചത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും ഇന്നിപ്പോൾ പോലീസ് ഈ ഒരു മരണവിവരം ആദർശ് ഈ കുറ്റം സംബന്ധിച്ചതോടുകൂടി പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ആദർശിനെ കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അനശ്വര. ശരി, വിഷ്ണു പ്രകാശാണ് വിശദാംശങ്ങൾ നൽകിയത്. ക്രൂരമായി മർദ്ദിച്ച് അച്ഛനെ മകൻ കൊന്നുകളഞ്ഞു എന്നുള്ള വാർത്തയാണ് പാലക്കാട് നല്ലേപ്പിള്ളിയിൽ നിന്ന്.